ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയെ ചോദ്യം ചെയ്യാണ് കേട്ടോ ജാനകി. എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞത്? ഇതിൻ്റെ ഭാര്യയല്ലേ? ഭാര്യ ഇരിക്കുമ്പോൾ വേറൊരു പെണ്ണിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ഏതൊരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ അനിയാണെങ്കിലും പറയുന്നുണ്ട്, എന്നാൽ സോറി ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോവായിരിക്കും കേട്ടോ. അപ്പം ജാനകിയാണെങ്കിലും പിടിച്ചു നിർത്തി സംസാരിക്കാനായിട്ട് നോക്കും. പക്ഷെ അതൊന്നും കേൾക്കാതെ നമ്മുടെ അനി മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം വേണു പറയുകയാണ്, ഞങ്ങളുടെ മോളെ ഇപ്പോൾ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. പക്ഷേ അത് എന്നേക്കുമായിട്ട് കൊണ്ടുപോകാമെന്നൊന്നും വിചാരിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ശരിക്കും ഇത് കേസ് കൊടുക്കേണ്ടതായിരുന്നു. നിങ്ങളെ ഓർത്തിട്ട് ഇനിയിപ്പോൾ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് വേഗം കൊണ്ടുപോവാണ് കേട്ടോ. ഇനി ഇവിടെ ഞങ്ങളെ മോളെ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ കൊല്ലുകയേ ചെയ്യുള്ളൂ. ഈ ഒരു സമയത്ത് ഇവിടെ നിർത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ല എന്ന് പറഞ്ഞ് അനാമികയെ രേവതിയും വേണുവും കൊണ്ടുപോവാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലായിരിക്കും. അവിടെ ദേവയാനിയെ സർജറിക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കും. ഈ സമയം ആദർശം ഉണ്ടാവും, അതുപോലെ തന്നെ ജയൻ ഉണ്ടാവും കൂടെ. അപ്പോൾ ദേവയാനി ആണെങ്കിൽ ഫുള്ള് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുക കേട്ടോ. ആദർശനെ എടുത്ത് പറയുകയാണ് ചെയ്യുന്നത്, ഞാനിനി ജീവനോടെ ഇല്ലാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾക്കല്ലെങ്കിൽ എന്നെ ഇപ്പോൾ ഇഷ്ടമല്ലല്ലോ, എനിക്ക് ഇഷ്ടമല്ലാത്തവരെയാണല്ലോ നിങ്ങൾക്ക് ഏറെ പ്രിയം എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് നെഗറ്റീവായിരിക്കും കേട്ടോ ദേവയാനി സംസാരിക്കുന്നത്. ആ സമയമാണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെയൊന്നും പറയില്ല അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ദേവയാനിയെ സർജറിക്ക് വേണ്ടി കയറ്റിയായിരിക്കും. അപ്പോൾ ആദർശിൻ്റെ അടുത്താണെങ്കിലും ജയനിങ്ങനെ സങ്കടത്തിൽ പറയുന്നുണ്ട് കേട്ടോ, ഈ ഒരു നിമിഷം പോലെ അവൾ നയനെക്കുറിച്ചുള്ള ദേഷ്യം കാര്യങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഇത് ശരിയാവില്ല. അവൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ത്യാഗം സഹിച്ച നയനമോളുടെ ഒന്നും തന്നെ അവൾ അറിയുന്നില്ലല്ലോ. അവളും ഇപ്പോൾ സർജറി കഴിഞ്ഞ് കിടക്കുകയല്ലേ പാവൻ നയനമോള്. എങ്ങനെയാണ് അവളെ സ്നേഹിക്കാതിരിക്കുക? അവളുടെ സ്വഭാവം അങ്ങനെയല്ലേ, എല്ലാവർക്കും നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു മോളല്ലേ അവള് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ജയൻ നയനയുടെ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. എന്നിട്ട് പിന്നെ ആദർശിൻ്റെ അടുത്താണെങ്കിലും പറയുന്നുണ്ട്, എന്നെക്കാളും ഏറെ ബുദ്ധിമുട്ടാണ് നിനക്ക് എന്ന് അറിയുക, കാരണം നിൻ്റെ ഭാര്യയാണല്ലോ. അതുപോലെ അമ്മയും സ്നേഹിക്കണം, അതുപോലെ തന്നെ ഭാര്യ, നീ രണ്ടുപേരും വിട്ടുകൊടുക്കാതെ സ്നേഹിക്കുക, അല്ലാതെ വേറെ വഴിയില്ല മോനെ. എല്ലാം ശരിയാവുന്നത് വരെ അങ്ങനെ രണ്ടുപേരും ഒരേ ഇതിൽ തന്നെ സ്നേഹിക്കുക എന്നല്ലാണ്ട് വേറെ വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഈ സമയം ആദർശാണെങ്കിലും ജയൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എല്ലാം ശരിയാവുന്ന ഒരു ദിവസം വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് രേവതിയും അതുപോലെ തന്നെ അനാമികയും വേണും കൂടി സംസാരിക്കുന്നതായിരിക്കും കേട്ടോ അവരുടെ വീട്ടിലിരുന്നിട്ട്. എന്നിട്ട് പിന്നെ എന്നും സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അവിടുന്ന് എങ്ങനെയെങ്കിലും പിടിച്ച് പറ്റണം, അവിടുന്ന് എങ്ങനെയും കാശ് അടിച്ച് മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അതുമാത്രമല്ല, നയനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. ഇനി അവർ മലയ്ക്ക് പോകുമല്ലോ, ആ സമയത്ത് നയനെ അവിടെ ഉണ്ടാവരുത്, അവളെ അപ്പത്തിന് നീ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്താക്കണം, തിരിച്ച് ഭർത്താവ് വരുമ്പോൾ ഭാര്യ വീട്ടിൽ ഉണ്ടാവാത്ത വിധം നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് നെഗറ്റീവായിരിക്കും ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അനാമികയ്ക്ക് വേണു കുത്തി കൊടുക്കുന്നത് കേട്ടോ. അത് സ്ഥിരം എപ്പോഴും ഉള്ളൊരു ചർച്ചയൊക്കെ തന്നെ ആയിരിക്കും. അവിടുന്ന് എങ്ങനെ പൈസ കട്ടെടുക്കുക, എങ്ങനെ എല്ലാവരും അവിടുന്ന് ഓടിപ്പിക്കുക എന്നുള്ള സ്ഥിരം വർത്താനം തന്നെയായിരിക്കും അവിടെ നടക്കുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലായിരിക്കും. അവിടെ ജാനകി ആണെങ്കിൽ ഓടി വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെ വരുമ്പോൾ നന്ദു ഉണ്ടാവും, അതുപോലെ കനകി ഉണ്ടാവും. അവരുടെ അടുത്ത് നല്ല മോശം രീതിക്ക് ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും ചെയ്യുന്നത് കേട്ടോ. എന്തിനാന്ന് പിന്നെ പറയണ്ടല്ലോ, അനാമികയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് പറയും, നീ എന്തിനാണ് ഇവിടെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്നൊക്കെ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ കനകയാണെങ്കിലും നന്ദുവിനെ പറയുമ്പോൾ സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചിക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, പിന്നീട് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ജാനകിയാണെങ്കിലും പറയുന്നുണ്ട്, ഇവിടെ ഏടത്തേക്ക് നിങ്ങളൊന്നും വരുന്നത് ഇഷ്ടമല്ല എന്ന് അറിയുന്നതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കേണ്ട ആവശ്യം? എവിടെ ആ പെണ്ണ്, ആ നയന എവിടെ? അവള് എല്ലാത്തിനും കാരണം അവളാണെന്ന് പറഞ്ഞ് 100 കാര്യങ്ങൾ നയനെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയം ആദർശാണെങ്കിലും വന്ന് പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജാനകി എടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ജാനകി അപ്പോൾ ദേഷ്യത്തിൽ ഇങ്ങനെ ഓരോന്ന് പറയുമായിരിക്കും. അപ്പോൾ ആദർശാണെങ്കിൽ അതൊന്നും വകവെക്കാതെ പറയുകയാണ് ചെയ്യുന്നത്, അനാമിക അങ്ങനെ ഇവിടുന്ന് പെരുമാറിയത് കൊണ്ടാണ് അവളെ അടിച്ചത്, അത് അനി അടിച്ചതിൽ യാതൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ജാനകിയാണെങ്കിലും പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ മരുമകളെ പുറത്താക്കാമെന്ന് ആരും വിചാരിക്കേണ്ട, പുറത്ത് പോകുന്നത് ആ നയനയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ദേഷ്യം വന്നിട്ട് പോവുകയാണ് കേട്ടോ. അവിടെ ആരും വക വയ്ക്കുന്നില്ല, ആദർശമൊന്നും അത് വക വയ്ക്കുന്നേ ഇല്ല സംസാരിക്കുന്നത്. എന്നിട്ട് പിന്നെ നേരെ ചെല്ലുന്നത് ജയൻ്റെ അടുത്തായിരിക്കും. എന്നിട്ട് പിന്നെ അവിടെ പോയിട്ടും കുറേ പരാതിയായിരിക്കും, ഇങ്ങനെയൊക്കെ നടന്നു, അടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ട്, അനി അത്രയ്ക്കും പാവമാണ്, അവൻ അടിക്കണമെങ്കിൽ അത്രയ്ക്കും വലിയ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്.
ജയനാണെങ്കിലും പറയുന്നുണ്ട് എൻ്റെ മരുമകളൊക്കെ ഞാൻ എൻ്റെ മനസ്സിലൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഇല്ലാതാക്കാൻ നോക്കിയാൽ ആ സ്ഥാനം ഇല്ലാതാവില്ല, എനിക്ക് എപ്പോഴും സ്നേഹം തന്നെ ആയിരിക്കും, നിങ്ങളാരും അങ്ങനെ മാറ്റാൻ തന്നെ വിചാരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ജയൻ്റെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ അവിടുന്ന് ജാനകി ദേഷ്യം വന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം വീട്ടിൽ വന്നിട്ട് വീണ്ടും ഭർത്താവിൻ്റെ അടുത്ത് കുത്തി കൊടുക്കുകയാണ്, അതായത് അനിയുടെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനത്തെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അച്ഛനാണെങ്കിലും പറയുന്നത് അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അനിയെ അടിക്കൂ, അനി എത്ര പാവാണെന്ന് നിനക്കോ അറിയുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അനാമികയെ എതിർത്തുകൊണ്ടായിരിക്കും അച്ഛന് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ജാനകിക്ക് കലി വരികയാണ്. കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംസാരം അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇനി അടുത്തത് എന്താണ് ഒപ്പിക്കുക എന്നുള്ള ആലോചനയിൽ ഇങ്ങനെ നിൽക്കുന്ന ജാനകിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.